ഇവരെല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്നിട്ട് കാട്ടില് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ആ അകത്ത് പാഞ്ചാലി ദേവിയോട് കൂടിയിട്ട് ഭഗവാന്റെ കൂടെ വന്ന ഭഗവാന്റെ പത്നി സത്യഭാമ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവര് ഇങ്ങനെ സംസാരം, അവരുടെ വർത്തമാനങ്ങൾ, സ്വകാര്യ സംഭാഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ സ്വകാര്യം എന്ന് പറഞ്ഞ രഹസ്യം നല്ല അർത്ഥം അവരവരുടേതായുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് പാഞ്ചാലിയോട് ചോദിച്ചത്. ഈ സത്യഭാമ ചോദിച്ചു, എങ്ങനെ ഈ കുടുംബത്തെ നല്ല ഭംഗിയായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത്? എന്താ അതിന്റെ രഹസ്യം? അത് മന്ത്രാണോ, അല്ലെങ്കിൽ വല്ല മരുന്നോ, അല്ലെങ്കിൽ വേറെ വല്ല ജപോ ഉപാസനയോ, എന്താ വ്രതാണോ, എന്തുകൊണ്ടാണ് അതിങ്ങനെ നിർത്തിക്കൊണ്ടു പോണത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, അങ്ങനെ മന്ത്രവും ഉപാസനയും വ്രതവും ഒന്നുമല്ല അതിന്റെ കാരണം. അതിന്റെ കാരണം എന്താ ചോദിച്ചാൽ, അതിന് ഞാൻ ചില സമ്പ്രദായങ്ങളൊക്കെയാണ് എനിക്കുണ്ട് എൻ്റെ കുടുംബത്ത് പെരുമാറുമ്പം. ആ സമ്പ്രദായങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുകൊണ്ട് എനിക്ക് എന്തുണ്ടാവുന്നില്ല, ഈ കുടുംബത്തിലൊരു ഭംഗം വരാതെ ഞാൻ നോക്കുന്നുണ്ട്, ഒരു വിഷമം ഉണ്ടാവാറില്ല. എന്താ വെച്ചാൽ വിഷമം ഉണ്ടാവാത്ത മട്ടിലുള്ള വ്യവഹാരങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്നാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് അനുകൂലമായിട്ടേ ഞാൻ വർത്തിക്കാറുള്ളൂ, അവരെനിക്ക് അനുകൂലമായിട്ടാണ് വർത്തിക്കുന്നത്. അതുകൊണ്ട് യച്ച നശ്നാദി മേ ഭർത്താ സർവം തദ് വർജയാമ്യഹം. ഭർത്താക്കന്മാർ കഴിക്കാത്തതൊന്നും ഞാൻ കഴിക്കാറില്ല. യഥോപദേശം യഥാ വർത്തമാന വരാങ്കനി. അതായത് അവരുടെ ആ മട്ടും മാതിരിക്കും അനുസരിച്ചല്ലാതെ കണ്ട് അതിനെ തെറ്റിയിട്ട് ഞാൻ നിൽക്കാറില്ല. സ്വലങ്കൃത സുപ്രയത ഭർത്തുപ്രിയഹിതേരത. ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ മോശമായിട്ടൊന്നും നിൽക്കാറില്ല. എന്നു വെച്ചാൽ നന്നായിട്ട് സ്വലങ്കൃത, നല്ല മട്ടുമാതിരിയൊക്കെ ആയിട്ട് സുപ്രയത, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല ശുദ്ധമായ ഭാവത്തിൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അങ്ങനെയൊക്കെയാണ് പതിവ്. അതുകൊണ്ട് അവർക്ക് പ്രിയഹിതേരത, അവർക്ക് നന്മ ഉണ്ടാവുന്ന മട്ടിലും ആ നന്മകളെ പ്രിയമായ രീതിയിൽ ഞാൻ എന്ത് ചെയ്യാറുള്ളൂ, ഞാൻ അവരുടെ മുമ്പിൽ വ്യവഹരിക്കാറുള്ളൂ. മാത്രമല്ല യേച ധർമ്മ കുടുംബേഷു ശ്വശ്രുമേ കഥിത പുര. എൻ്റെ ശ്വശ്രു ഞാൻ ഈ വിവാഹം കഴിഞ്ഞ് കുടുംബത്തേക്ക് വന്ന കാലത്ത് എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കുന്തിദേവി. ആ കുന്തിദേവി പറഞ്ഞതിനെ തെറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യാറില്ല, നടക്കാറില്ല. കുന്തിദേവി കുട്ടിയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന സമയത്ത് ചെറിയ പെൺകുട്ടിയല്ലേ, വലിയ വിവരമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അന്ന് കുന്തിദേവി എന്ത് ചെയ്തിട്ടുണ്ട്, അടുത്തിരുത്തി നല്ലോണം കാര്യങ്ങളൊക്കെ, കുടുംബത്തെ കാര്യങ്ങളൊക്കെ. കുന്തിദേവി നല്ല പ്രാപ്തിയും പ്രായവും കഥയും വിവരവും ബോധവും പരിചയവും ഒക്കെ ഉള്ള ആളായതുകൊണ്ട് എല്ലാ കുടുംബത്തിലും വേണ്ട വിവരങ്ങളൊക്കെ നല്ലോണം നിശ്ചണ്ട്. തന്റെ കുടുംബത്തിൽ ജീവിച്ചതും തന്നെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന കൊട്ടാരത്തിൽ ജീവിച്ചതും കാട്ടിൽ കഴിഞ്ഞുകൂടിയതും നരകിച്ചതും ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞതും ഭർത്താവ് മരിച്ചതിന്റെ ശേഷം കുട്ടികളെ ഇട്ട് കഴിച്ചതും എല്ലാ തരത്തിലുള്ള ബോധങ്ങളുള്ളൊരു പ്രൗഢവനിതയാണ് കുന്തിദേവി. അല്ലാതെ ഇന്നലെ ഇങ്ങോട്ട് വന്ന പെൺകുട്ടിയൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് പ്രായോഗികമായിട്ടുള്ള നല്ല ബുദ്ധിയുള്ള ആളാണ് ആര്, കുന്തിദേവി. അതാണ് പാഞ്ചാലി അതിനെ ബഹുമാനിച്ച് പറഞ്ഞത്. എന്ത് യേച ധർമ്മ കുടുംബേഷു, കുടുംബത്തിൽ എന്തൊക്കെയാണ് ധർമ്മങ്ങൾ വേണ്ടതെന്ന് ശ്വശ്രുമേ കഥിത പുര. എൻ്റെ ശ്വശ്രു എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അമ്മയ്ക്കാണ് ശ്വശ്രു പറയാം, ഭാര്യയുടെ അമ്മയ്ക്കും ശ്വശ്രു തന്നെയാ പറയാ. ശ്വശ്രുമേ കഥിത പുര. പണ്ട് എനിക്ക് പറഞ്ഞു തന്ന വർത്തമാനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, അനുതിഷ്ഠാമി തൽ സർവം. അനുതിഷ്ഠാമി അതൊക്കെ ഞാൻ എന്നും അനുസരിച്ചു പോരുന്നുണ്ട്, അത് ഞാൻ തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ടാവണം, ഭിക്ഷാബലി ശ്രാദ്ധമിതി സ്ഥലീപാകശ്ച പർവസു. ഇതൊക്കെ ഗൃഹസ്ഥന്മാര് ചെയ്യേണ്ടതാണ്. ഭിക്ഷ പറഞ്ഞാൽ എന്താ അർത്ഥം? ഭിക്ഷ എന്ന് പറഞ്ഞാൽ കഷ്ടമായിട്ട് വരുന്നവർക്കൊക്കെ കഴിക്കാനുള്ളത് കൊടുക്കുക, ഭിക്ഷ. ബലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, ജന്തു ജീവജാലങ്ങൾക്കൊക്കെ വിശപ്പിനുള്ള ആഹാരം അതാത് സമയത്ത് കൊടുക്കുക, അതാണ് ബലി. ഇപ്പൊ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വല്ല പുറത്ത് കാക്കയ്ക്കോ നായയ്ക്കോ പൂച്ചയ്ക്കോ അല്ല പക്ഷികൾക്കോ അതല്ലാതെ വേറെ ഏതെങ്കിലും ജന്തുക്കൾക്കൊക്കെ നമ്മുടെ കഴിക്കുന്നതിന്റെ ഒരു അംശം, ഒരു ഓഹരി കൊടുക്കണം. അത് ഗൃഹസ്ഥന്മാര് ചെയ്യേണ്ടത്. അതൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതമ്മ? കുന്തിദേവി പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഞാൻ വന്നെ അരി വെക്കുമ്പോൾ പറഞ്ഞു, കുട്ടിയത് ഇത്ര ശങ്ങട ഇത്ര ശങ്ങട, അങ്ങനെയൊക്കെയാണ് ഇവിടെ പതിവ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ, ഇവിടെ എങ്ങനെയൊക്കെയാണ്, ഇവിടെ നല്ല അങ്ങനെയൊക്കെയാണ് കുടുംബേഷു, കുടുംബങ്ങളിലൊക്കെ പതിവ്, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട്. പിന്നെ സ്ഥലീഭാഗം എന്നൊക്കെ പറഞ്ഞ ഓരോ ക്രിയകളാണ്, യജ്ഞഹോമക്രിയകൾ, നിത്യഹോമക്രിയകളൊക്കെ ചെയ്യുന്നത്. പർവ്വസു പർവ്വങ്ങളിൽ, പർവ്വം എന്ന് പറഞ്ഞാൽ ഇപ്പം 2 പർവ്വമാണല്ലോ ഇരിക്കുന്നത്, കറുത്ത പക്ഷം വെളുത്ത പക്ഷം. പർവ്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പക്ഷം എന്ന് പറയില്ലേ, വാവ് നോക്കി ചെയ്യണ ക്രിയകൾ, അത് നോക്കിയിട്ട് അതിനനുസരിച്ചൊക്കെ ചെയ്യാറുണ്ട്. മാന്യന്മാരായ കൂട്ടരെ മാനസൽക്കാരാഹ,
അവരെ ഞാൻ നന്നായിട്ട് ബഹുമാനിക്കാറുണ്ട്. ഓരോരുത്തരെ വരുന്ന മാന്യന്മാരായിട്ടുള്ള കൂട്ടർ മഹാത്മാക്കൾ ഉണ്ടാവില്ലേ, അവരെ ഞാൻ നന്നായിട്ട് സൽക്കരിക്കാറുണ്ട്. ഈ ചഞ്ഞേ വിദിതാ മമ, അതുപോലെ മഹാത്മാക്കളായിട്ട് നമുക്ക് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അവരെയൊക്കെ ഞാൻ വേണ്ട മാതിരി ബഹുമാനിക്കും. താൻ സർവാൻ അനുവർത്തേ അഹം, അവരെയൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അവരെ അനുവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ നല്ല സമ്പ്രദായങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പുറപ്പെടും കേട്ടോ. ദിവാരാത്രം അതന്ത്രിത, ദിവാരാത്രം രാത്രിയും പകലും, രാവും പകലും അതന്ത്രിത. അതന്ത്രിത എന്ന് പറഞ്ഞാൽ ആലസ്യമില്ലാതെ എന്നർത്ഥം. അതന്ത്രിത ഉത്സാഹിയായിട്ടാണ് അർത്ഥം. രാത്രിയും പകലൊക്കെ നമുക്ക് പണിയെടുക്കാൻ നാട്ടുകാരൊക്കെ ചീത്ത വിളിച്ചിട്ടും വയ്യോ വയ്യ അങ്ങനെ കുറേ ആവലാതിയും വേവലാതിയും പരാതിയും ഒക്കെ ആയിട്ട് അങ്ങനെയൊന്നുമില്ല. അതന്ത്രിത, അതന്ത്രിത വെച്ചാൽ നല്ലോണം ഉത്സാഹത്തോടെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, രാവും പകലും എന്നെ കൊണ്ട് സാധിക്കണ മാതിരി എല്ലാ പണികളും ചെയ്യാറുണ്ട്. പിന്നെ മാത്രമല്ല എന്താണെന്ന് വെച്ചിട്ടോ, മൃദൂൻ സദാ സത്യശീലാൻ സത്യധർമാൻ, അങ്ങനെ ഉണ്ടല്ലോ. മൃദു നല്ല മാർദ്ദവത്തോട് കൂടിയിട്ട് സത്യശീലന്മാരായിട്ട് സത്യധർമ്മങ്ങളെ പാലിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ഭർത്താക്കന്മാരുണ്ടല്ലോ, അവരിനി ചിലപ്പോൾ ദേഷ്യപ്പെട്ടാൽ പോലും ഞാൻ അങ്ങനെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട അവരോട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. കാര്യത്തിരക്കിൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് പുറപ്പെടാറില്ല. ഒരാൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ അതുപോലെ അങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ എന്താണ്ടാവുന്നത്, കലഹല്ലേ ഉണ്ടാവുന്നത്. അത് ഞാൻ അതിനൊന്നും പുറപ്പെടാറില്ല. കാര്യങ്ങൾ മനസ്സിലായപ്പോൾ ഒരാളെ നമ്മളോട് എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്ന് മനസ്സിലായ പിന്നെ അതിനനുസരിച്ച് നിൽക്കല്ലേ വേണ്ടു, അല്ലാതെ എതിർക്കാനും ചണ്ട കൂടാനൊന്നും പുറപ്പെടാൻ ഞാൻ അതിനൊന്നും അങ്ങനെ ഒരുങ്ങി പുറപ്പെടാറില്ല. മാത്രല്ല നോക്കൂ, പത്യാശ്രയോ ഹി മേ ധർമ്മോ മതസ്ത്രീണം സനാതന. പത്യാശ്രയോ ഹി മേ ധർമ്മ, പത്യാശ്രയം ഭർത്താക്കന്മാരെ ആശ്രയിച്ചിട്ടാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ മനസ്സിലാക്കി. ഭർത്താക്കന്മാരെ ആശ്രയിച്ചിട്ടാണ് ഭാര്യമാരുടെ ധർമ്മം, ഭാര്യമാരെ ആശ്രയിച്ചിട്ടാണ് ഭർത്താക്കന്മാരുടെ ധർമ്മം. എന്താ അങ്ങനെ പറയാൻ കാരണം ചോദിച്ചാല്, വിവാഹം വരെ ഓരോരുത്തരും ഒറ്റയ്ക്ക് അവന്റെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കുക ചെയ്യുക. വിവാഹം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെന്ന് വെച്ചോ, സഹധർമ്മമാണ്. സഹധർമ്മം ചെന്തർത്ഥം രണ്ടാളും കൂടിയിട്ട് ഉള്ള ധർമ്മമാണ്. അപ്പൊ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള യജ്ഞം കഴിക്കുക, യാഗം കഴിക്കുക, ഹോമം കഴിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, എനിക്ക് ആരും കൂടെ ഉണ്ടാവണം, ഭാര്യയും കൂടി ഉണ്ടാവണം, നല്ല ഇത് പൂർത്തിയാവുള്ളൂ. അതുകൊണ്ടാണ് പത്യാശ്രയോഹി മേ ധർമ്മ മതസ്ത്രീണം. ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിൽ ഇപ്പൊ ഇവിടെ സ്ത്രീകൾ തമ്മിലുള്ള വർത്തമാനമായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് പറയാൻ പത്യാശ്രയമാണ് ധർമ്മം. പുരുഷന്മാരാണെങ്കിലോ പത്നിയാശ്രിതമാണ് ധർമ്മം. സ്ത്രീകൾക്ക് പത്യാശ്രിതാണെങ്കിൽ പുരുഷന്മാർക്ക് പത്നിയാശ്രിതം എന്നാ പറയുക. അങ്ങനെയാണ് പതിവ്. അതുകൊണ്ട് സദേവ സാ ഗതിർനന്യ തസ്യ കാ വിപ്രിയം ചരേത്. സദേവ ഭർത്താവാണ് എൻ്റെ ദേവൻ, സാ ഗതി ആ ദേവനാണ് എനിക്ക് പരമമായ ഗതി. തസ്യ കാ വിപ്രിയം ചരേത്. അങ്ങനെയുള്ള ഭർത്താവിന് ആരെങ്കിലും അപ്രിയം വിപ്രിയം ചെയ്യില്ല, ഞാനും ചെയ്യാറില്ല. പിന്നെ എന്ത് ചെയ്യും, അഹം പതീൻ നാതിശയ, ഞാൻ ഭർത്താക്കന്മാരെക്കാൾ കേമിയ ഞാൻ കാണിക്കാറില്ല. തന്നെ ഒരു കുറച്ച് കൂടിയ ജാതിപ്പെട്ടതാണ്, കൂടിയ സമ്പ്രദായക്കാരിയാണെന്ന് ഞാൻ അങ്ങനെ നാതിശയെ അങ്ങനെ ഞാൻ ചെയ്യാറില്ല. അഹം പതീൻ നാതിശയെ, അങ്ങനെ അവരെ മറികടന്ന് വലിപ്പത്തരം കാണിക്കാൻ ഞാൻ പുറപ്പെടാറില്ല. നോക്കൂ, നാത്യശ്നേ നാതിഭൂഷയെ, അവരെക്കാൾ കൂടിയ രീതിയിൽ വലിയ അവരെക്കാൾ ഭംഗിയിൽ അവർ പോയാണ്ട് കിടക്കുമ്പോൾ ഞാൻ നല്ല ഓമാനയൊക്കെ കെട്ടി അലങ്കരിച്ച് അത് പതിവില്ല. അവരെക്കാൾ കടന്ന മട്ടിലൊന്നും ഞാൻ ചെയ്യാറില്ല. അതാണ് അഹം പതീൻ നാതിശയ, അതൊരു വലിയ കാര്യമാണ്. നാതിശയ പറഞ്ഞ നാപി ശ്വശ്രൂം പരിവത്, ഒരു വലിയ കാര്യം എന്തത്, നാപി ശ്വശ്രൂം പരിവത്. ഭർത്താവിന്റെ അമ്മയെ കുറിച്ചൊന്നും ഞാൻ മോശമായിട്ടൊന്നും ആരോട് പറയാറില്ല. ഭർത്താക്കന്മാരോട് പറയല, അമ്മ എന്നോ അങ്ങനെ ചെയ്തു, അങ്ങനെ വൈകുന്നേരമായാലും എന്താ അങ്ങനെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ പതിവില്ല. അമ്മയെ കുറിച്ചൊന്നും ഞാൻ മോശമായിട്ട് പറയാറില്ല. എന്താ കാരണം എന്ന് ഞാൻ പറയാണ്ടിരിക്കാൻ കാരണം, ഞാൻ ഇവിടെ വരുന്നതിന്റെ മുമ്പ് ഇവരുടെ കൂടെ കുറെ കാലം ഇരുന്ന ആളാണ് ആര്, അമ്മ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ അമ്മയെ കുറിച്ച് ഈ ഭർത്താവിനോട് എന്തെങ്കിലും പറയുമ്പോൾ അമ്മ മോശക്കാരിയാണ് നല്ല ആര് മനസ്സിലാക്കുക, വിവരമുള്ളവര് മനസ്സിലാക്കുക. ആരും മോശക്കാരിയാന്ന് മനസ്സിലാക്കുക. ഇന്നലെ വന്നപ്പോഴേക്കിനെ തുടങ്ങിയല്ലോ ഇവരാന്ന് മനസ്സിലാക്കുക. അപ്പൊ ആർക്കാണ് അവിടെ സ്ഥാനം മോശമാവുക, ആരുടെയാണ്?
ശരിയല്ലേ ഇത്? അപ്പൊ അതുകൊണ്ട് ഞാൻ ആചാര്യ പണിക്കൊന്നും പോവാറില്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് നാഭ്യശ്വശ്രവും പരിവതേ, പിന്നെ എന്താ സർവ്വതാ എങ്ങനെയാണ് പരിയന്ത്രിത, ഞാൻ എപ്പോഴും എന്നെ നിയന്ത്രിച്ചിട്ടാ നിൽക്കണം. അല്ലാതെ കണ്ട നാട്ടുകാരെ നിയന്ത്രിക്കാൻ ഞാൻ പോവാറില്ല. എന്റെ വാക്കിനെയും എന്റെ പ്രവൃത്തികളെയും എന്റെ ഓരോന്നിനെയും ഞാൻ എന്ത് ചെയ്യാറുണ്ട്? മനസ്സിനെയും ഞാൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. അവധാനേന സുഭഗേ നിത്യോത്ഥിതയാ. അവധാനേന, അവധാനം എന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധ. ധൃതി പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് വെപ്രാളം കാണിച്ച് തകർക്കാനും പൊടിക്കാനും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് എത്ര കണ്ട് ഏതിന് എവിടെയൊക്കെ വേണം വെച്ചാൽ അത്ര കണ്ട് അതിന് ആ മട്ടിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ശ്രദ്ധിച്ചിട്ട്. അവധാനത എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? നല്ല ശ്രദ്ധയും അതിനനുസരിച്ച് ഇന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ വളരെ കേന്ദ്രീകൃതമായ രീതിയിൽ മറ്റൊന്നിലേക്ക് പോവാതെ എന്തിനു പുറപ്പെടുമ്പോൾ അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ നിത്യോത്ഥിതയൈവ ച, നിത്യോത്ഥിതത്വം എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഇന്ന് ഉത്സാഹമുണ്ട്, നാളെ ഉത്സാഹമില്ല. ഇന്നൊന്നിനും ഉത്സാഹമാണ്, നാളെ വേറെ ഒന്നിനാണ് ഉത്സാഹം. ഇന്ന് ഉത്സാഹിച്ചത് നാളെ ഉണ്ടാവില്ല, നാളത്തെ ഉത്സാഹം മറ്റന്നാളും ഉണ്ടാവില്ല, ഇന്നലത്തെ ഉത്സാഹം ഇന്നില്ല. അങ്ങനെയല്ല. നിത്യോത്ഥിതത എന്ന് പറഞ്ഞ അർത്ഥം എന്നും ഒരു ഉണർവ് ഞാൻ സൂക്ഷിക്കാറുണ്ട്. എപ്പോഴും എല്ലാറ്റിനും ഒരു ഉണർവ്. അവൻ യുദ്ധിതത്വം എന്ന് പറഞ്ഞൊരു ഉണർവാണ്. അല്ലാതെ ഒരു ഉറക്കം തൂങ്ങിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല, ഉണർന്നിരുന്നിട്ടേ ചെയ്യാറുള്ളൂ. ഭർത്താരോ വശകാമഹ്യം ഗുരു ശുശ്രൂഷയൈവ ച. ഭർത്താക്കന്മാരെ ഞാൻ വശാക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഗുരു ശുശ്രൂഷ ഉണ്ട. ഗുരു ശുശ്രൂഷ പറഞ്ഞാൽ ഭർത്താവിന്റെ അമ്മയും അച്ഛനെയും ജ്യേഷ്ഠന്മാരെയും അവരുടെ അളവുകളൊക്കെ നല്ലോണം ശുശ്രൂഷിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഭർത്താവിനെ വശാക്കണത്. ഒരു പെൺകുട്ടി ഒരു കുടുംബത്ത് വന്നിട്ട് ആ ഭർത്താവിന്റെ അമ്മയും അച്ഛനെയൊക്കെ നല്ലോണം ശുശ്രൂഷിക്കണോ പരിപാലിക്കണോ വെച്ചാൽ ആ പെൺകുട്ടിക്ക് ആ കുടുംബത്ത് ഭർത്താവിന്റെ മനസ്സിലെ സ്ഥാനം ഉണ്ടാവില്ലേ? സ്ഥാനം കൂടുകയോ കുറയുകയോ? സ്ഥാനം കൂടും. കാരണം ഞാൻ ഇല്ലെങ്കിൽ അവള് ഉണ്ടായാൽ മതി, അമ്മയ്ക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അവാർഡാണ് നടക്കുന്നത്. ശരിയല്ലേ ഇത്? ഞാൻ വേണമെന്നൊന്നുമില്ല. പണ്ട് അമ്മയ്ക്ക് ഉണ്ണി ഇപ്പൊ എന്നെ കുറിച്ച് മിണ്ടാറേ ഇല്ല. എന്താ കാരണം? അവള് വന്നതിന്റെ ശേഷം എന്ന് പറയുന്നു വെച്ചാൽ അതൊരു വലിയ ആ കുടുംബത്ത് ആ പെൺകുട്ടിക്ക് അമ്മയുടെ ഒപ്പത്തിനൊപ്പം എന്തായി? സ്ഥാനായിന്ന്. പ്രായം കൊണ്ടല്ലെങ്കിലും മഹിമ കൊണ്ട് സ്ഥാനായിന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാറില്ല? എന്റെ ഭർത്താക്കന്മാരെ വശാക്കണത് ഭർത്താവിന്റെ ഗുരുജനങ്ങളെ പറഞ്ഞാൽ അച്ഛൻ, അമ്മ, പിന്നെ അവിടെ ബഹുമാന്യരൊക്കെ ഉണ്ടാവൂലോ. ആരൊക്കെ? ഭർത്താവിന്റെ കുടുംബത്ത് പ്രായം കൊണ്ടും സ്ഥാനം കൊണ്ടും ഒക്കെ ബഹുമാന്യരായ കൂട്ടരൊക്കെ ഞാൻ നല്ലോണം എന്ത് ചെയ്യാറുണ്ട്? ശുശ്രൂഷിക്കും എന്ന് പറഞ്ഞ അർത്ഥം അവരെന്തെങ്കിലുമൊക്കെ എനിക്ക് നല്ലത് പറഞ്ഞു തരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവർക്കാർക്ക് എന്നെ കുറിച്ച് എന്തില്ല? പ്രത്യേകം ശ്രദ്ധിക്കണം. കുന്തിദേവി പാഞ്ചാലിയെ കുറിച്ച് പറയുമ്പം മരുമകളെന്ന് ഇതുവരെ ഒരു ദിക്കിലും പറഞ്ഞിട്ടില്ല. എന്തേ പറയാറുള്ളൂ? മകള് എന്നേ പറയാറുള്ളൂ. എന്താ അങ്ങനെ പറയാൻ കാരണം? മകളെ പോലെയാണ് ആരെ കൊണ്ട് നടന്നത്? ഈ കുന്തിദേവി ഈ കുട്ടിയെ കൊണ്ട് നടന്നത്. ഈ കുന്തിദേവിയുടെ അടുത്ത് ഈ പാഞ്ചാലി കുട്ടി പെരുമാറിയത് എങ്ങനെയാ? അമ്മയുടെ അടുത്ത് പെരുമാറുന്ന മാതിരിയാണ് പെരുമാറിയത്. അതുകൊണ്ട് തന്നെ അവരൊരു അമ്മയും മകളും പോലെ തന്നെയാണ് അന്നും ഇന്നും എന്നും നടന്നേക്കുന്നത്. കാട്ടിക്ക് പോകുമ്പോ പറഞ്ഞു, മോളെ നീ പോവുകയാണല്ലേ എന്ന് ചോദിച്ച് സങ്കടപ്പെട്ട കുന്തിദേവി മകളെ എന്നാ വിളിച്ച കരഞ്ഞ് നിലവിളിച്ചത്, മരുമകളെന്നല്ല. നമ്മുടെയൊക്കെ നാട്ടിലെ മരുമക്കളെ കാട്ടിക്ക് പോകുക വെച്ചാൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കും. എന്താ കാരണം? അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ പല ദിക്കിലും? അതിന്റെ കാരണം എന്താ ചോദിച്ചാലേ ഈ ഒരു വ്യത്യാസമാണ്. പക്ഷെ വാസ്തവം പറഞ്ഞാൽ ഇതൊങ്ങനെയൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ നാട്ടിൽ ആരും ഇല്ല. പറഞ്ഞു കൊടുക്കാൻ നിശ്ചയമുള്ളവരും ഇല്ല. ഇനി അങ്ങനെ ആരെങ്കിലും നിശ്ചയമുള്ളവർ പറഞ്ഞു കൊടുത്താൽ ഇത് കേൾക്കാനും നിൽക്കില്ല. അങ്ങനെയൊക്കെയുള്ള പലജാതി ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ടേ അല്ലാത്ത വിഷമം തന്നെയാണ്. കാര്യം എന്താ ചോദിച്ചാൽ അങ്ങാടിയിലെ പ്രസംഗം കേട്ടതുകൊണ്ടൊന്നും കുടുംബം നന്നാവില്ല. പുസ്തകം വായിച്ച വിവരം ഉണ്ടാക്കിയതുകൊണ്ടും സൈക്കോളജി പഠിച്ചുകൊണ്ടും കുടുംബം നേരെയാവില്ല. അത് നേരെയാവണമെങ്കിൽ അതിൻ്റെതായ ചില സംഗതികളൊക്കെ ഉണ്ട്. അതറിയണമെങ്കിൽ എന്ത് വേണം? കുടുംബത്തിൽ കഴിഞ്ഞ കൂട്ടരോട് ചോദിച്ചറിഞ്ഞ് അവരുടെ കൂടെ കൂടി ജീവിച്ച് അവർ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പുറപ്പെടുമ്പോൾ എന്തുണ്ടാവും? കുടുംബം നന്നുണ്ടാവും. സൈക്കോളജി പഠിച്ചിട്ടില്ലെങ്കിലും അങ്ങാടിയിൽ പ്രസംഗത്തിന് പോയിട്ടില്ലെങ്കിലും നീ വലിയ വലിയ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുടുംബത്തെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് നന്നായിട്ട് ജീവിച്ചു. മനുഷ്യന്മാർ ജീവിക്കുന്നത് എന്തിനാണ്? പഠിക്കാനാണ്, അല്ലെങ്കിൽ വിവരം ഉണ്ടാക്കാൻ. അതിന് വിവരം സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനാണ് എല്ലാവരും എല്ലാറ്റിനും. ശരിയല്ലേ? ഓരോരുത്തരെ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പ്രായമുള്ളവരോ കുട്ടികളോ ചെറുപ്പക്കാരോ വൃദ്ധന്മാരോ അല്ലെങ്കിൽ യുവാക്കളോ ആര് തന്നെ ആയിക്കോട്ടെ, ആരായാലും എന്തിനാ പുറപ്പെടുന്നത്? ഓരോരുത്തരും എന്തിനാ പുറപ്പെടണോ? ഓരോരുത്തരും സമാധാനമായിട്ട് സന്തോഷമായിട്ട് തൃപ്തിയായിട്ട് കഴിഞ്ഞു കൂടണം നിരീക്ഷിച്ചിട്ടല്ലേ ഓരോരുത്തരും ഓരോന്നിനും പുറപ്പെടുന്നത്. എന്നിട്ടോ അപ്പൊ ഇതിന് പുറപ്പെടുമ്പോ എന്തുണ്ടാവണോ? അതിന് പുറപ്പെടാം. അതിനനുസരിച്ച് ചില വിദ്യകള്
നമ്മൾ മനസ്സിലാക്കണം. പ്രായോഗികമായിട്ട് വിദ്യകൾ അത് മനസ്സിലാക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളുടെ കൂടെ കൂടും വേണം, ഇതുണ്ടാവണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണോ, ഈ ഗുരുശുശ്രൂഷയായ അവിടുത്തെ ഗുരുജനങ്ങളെയൊക്കെ ശുശ്രൂഷിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സിൽ സ്ഥാനം നേടിയത്. അതുകൊണ്ട് നിത്യം ആര്യാമഹം കുന്തിയും വീരസവും സത്യവാദിനീം സ്വയം പരിചരാമ്യേതാം പാനാച്ഛാദന ഭോജനൈഹി. ആ വരി വലിയൊരു വരിയ. എന്താ പറഞ്ഞത്? നിത്യം ആര്യാം അഹം. ആര്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ, ശ്രേഷ്ഠയായ, എല്ലാരേക്കാളും ശ്രേഷ്ഠയായ ആരെ? കുന്തിദേവിയുടെ. വീരസവും വീരമാതാവായ കുന്തിദേവി. സത്യവാദിനി. സത്യവാദിനി എന്നൊരു മരുമകൾ, ഒരു അമ്മായിയമ്മയെ കുറിച്ച് പറയണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും? സത്യവാദിനി സത്യം മാത്രം പറയണോള്. നമ്മുടെ നാട്ടിൽ എന്താ പറയാ? ആ തള്ള അവിടെ പോയി അതി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അത് അവിടെ നമ്മൾ ഇതൊന്ന് കേട്ട് നോക്കൂ. മരുമകളാ പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ കുറിച്ച്. സത്യവാദിനി. സത്യവാദിനി എപ്പോഴും നേരെ പറയുള്ളൂ. അസത്യമായിട്ട് ചീത്തയായിട്ടൊരു വാക്ക് പറയാത്ത സ്വഭാവമുള്ള എൻ്റെ ഭർത്താവിൻ്റെ അമ്മ കുന്തിദേവി. വീരസു, വീരമാതാവായ ആ അമ്മയുണ്ടല്ലോ, ആ അമ്മയെ ഞാൻ എന്ത് ചെയ്യുന്നു? സ്വയം പരിചരാമി. ഹോം നേഴ്സല്ല, സ്വയം പരിചരാമി. ചന്ദ്രസം ഞാൻ അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പണിക്കാരെ ഞാൻ വിടാറില്ല. എന്താ ചെയ്യുക? ഞാനങ്ങോട്ട് ചെന്നിട്ട് അമ്മ എന്താ വേണ്ടു എന്ന് ചോദിച്ചിട്ട് ഞാനാണ് ആരെ പരിചരിക്കുന്നത്? ആ വ്യത്യാസം നോക്കില്ലേ? രാജകൊട്ടാരത്തിൽ വളർന്നവളും രാജകൊട്ടാരത്തിൽ കഴിഞ്ഞവളും രാജാവിന്റെ ഭാര്യയായിട്ടിരുന്നവളും ആയതുകൊണ്ട് എന്തിനു വിഷമം ഉണ്ടാവില്ല? പണിക്കാർക്കൊന്നും ഒരു വിഷമം എവിടെ ഉണ്ടാവില്ല? കൊട്ടാരത്തിൽ ഉണ്ടാവില്ല. ധാരാളം പരിചാരികമാരും പരിചാരകന്മാരും സകലരും ഉണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ധാരാളം ഉള്ള കൊട്ടാരത്തിൽ വേണമെങ്കിൽ കുന്തിദേവിക്ക് വേണ്ട പരിചര്യ ചെയ്യാനൊന്നും ആരുടെ സഹായം വേണ്ടി വരില്ല. ഈ പാഞ്ചാലിയുടെ ഒന്നും സഹായം വേണ്ടി വരില്ല. അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ. എന്നിട്ടും ഈ പാഞ്ചാലി എന്ത് ചെയ്യുന്നു? നിത്യം പരിചരാമി. എന്നിട്ട് ഞാൻ നിത്യം ഇത് പരിചരിക്കുകയാണ് ആരെ? എൻ്റെ ഭർത്താവിൻ്റെ അമ്മയെ. സ്വയം നിത്യം എന്ത് ചെയ്യുന്നു? സ്വയമേവ. എങ്ങനെ? പാന ആണ്. ആച്ഛാദന ഭോജനൈഹി. പാനം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് കുടിക്കണമെങ്കിൽ വെള്ളം ആരും കൊടുക്കും? ഞാൻ കൊണ്ടുകൊടുക്കും. കുടിക്കണമെങ്കിൽ വെള്ളമൊക്കെ ഞാനാ കൊണ്ടുകൊടുക്കാറ്. പാനം അതാണ്. പിന്നെ ഭക്ഷണം അതുപോലെ കഴിക്കണമെങ്കിൽ ആഹാരമണി കൊണ്ടുകൊടുക്കും. പിന്നെ മാത്രമല്ല ആച്ഛാദനം. ആച്ഛാദനം അമ്മ കുളിച്ച് വരുമ്പോഴേക്ക് അലക്കിയ മുണ്ടൊക്കെ ഞാൻ എടുത്ത് അമ്മയത് എടുത്തോളൂ, ഒന്ന് പച്ചക്കറി ആയിക്കോട്ടെ, നീല ഒക്കര വേണ്ടത് നാളെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? മുണ്ടൊക്കെ കൊണ്ട് അമ്മ ഞാൻ കൊടുക്കണം, മുണ്ട കൊടുക്കുന്ന അങ്ങനെ ആയിക്കോട്ടെ കുട്ടിയെ, നന്ന് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ആച്ഛാദനം പറഞ്ഞ വസ്ത്രം കഴിക്കാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ ഞാനാ കൊടുക്കും. അപ്പൊ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത്. അമ്മയ്ക്ക് അങ്ങനെയാണ്, കുട്ടി നീ അത് എടുത്തോളം ഉണ്ട് എന്ന് പറയും. അമ്മയ്ക്കായിട്ടൊന്നും ഇല്ല. അങ്ങനെ നമ്മുടെ കൂടെ ഞാൻ നിൽക്കണോ? നെയ്താം അതിശയേ ജാതു. അമ്മയേക്കാൾ വലിയ ആളാവാൻ ഞാൻ നിൽക്കാറില്ല. ഇതാണ് അങ്ങനെയല്ലോ. അമ്മയുടെ അപ്പുറത്തേക്ക് വലിയ ആളാണെന്ന് ഞാൻ നിൽക്കില്ല. എന്താണ് ഞാൻ പതിവില്ല. അമ്മയുടെ അടുത്ത് ചോദിക്കും, ഓരോന്നും ചോദിച്ചറിഞ്ഞ്. അങ്ങനെയല്ലേ ഊട്ടി? അങ്ങനെ തന്നെയാ. നമ്മളങ്ങനെ ജീരകം ഞാൻ ആയിക്കോട്ടെ, നന്നായി. ഉപ്പ് കുറച്ചുകൂടി മുമ്പേക്ക് നിങ്ങളുടെ കുറച്ച് കഴിഞ്ഞാൽ തോന്നില്ല ഉപ്പുള്ളത്. ആയിക്കോട്ടെ ആണ്. അങ്ങനെയൊക്കെ എല്ലാം ഞാൻ അമ്മോട് ചോദിക്കും. അങ്ങനെ നമ്മുടെ ആ ഒരു അളവാണ് എൻ്റെ അളവ്. അങ്ങനെ ഞാൻ ഇതൊക്കെ പഠിച്ചത്. എനിക്ക് വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്ന കാലത്ത്. ഞാൻ അവിടെ ഓടിച്ചാടി ഇങ്ങനെ കോളേജിൽ നിന്ന് വന്നപ്പോഴാണ് എവിടേക്ക് പോകുന്നത്. അവിടേക്ക് വന്നിട്ട് അന്ന് നമ്മുടെ കൂടെ ഒന്ന് അധ്യന്തരായിട്ട് ഇവിടെ വന്നതിന്റെ ശേഷമാണ് പിന്നെ നമ്മുടെ കൂടെ കൂടി ഓരോന്ന് നോക്കിയും കണ്ട് പഠിപ്പിച്ചു തന്ന് ഞാൻ ഇങ്ങനെ ആയത്. അതുകൊണ്ട് അമ്മയുടെ അവിടുത്തെ ഞാൻ എന്ത് ചെയ്യാറില്ല. നെയ്താം അതിശയെ. അമ്മയെക്കാൾ വലിയ ആളാണെന്ന് അമ്മയ്ക്ക് തോന്നണ മാതിരി ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാറില്ല. എന്ന് മാത്രല്ല ജാതുച്ചൽ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എങ്ങനെ? വസ്ത്ര ഭൂഷണ ഭോജനേഹി. ഒരു കാര്യത്തിലും അമ്മയെക്കാൾ വലുപ്പത്തരം ഞാൻ. വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഭൂഷണം ആഭരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഭോജനം ആഹാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ. നാപി പരിവദേ. അമ്മയെക്കുറിച്ചൊരു മോശമായ ഒരു വാക്ക് പോലും ഭർത്താക്കന്മാരോട് നല്ല ഒരാളോടും ഞാൻ പറയാറില്ല. നാപി പരിവദേ ചാഹം താം പൃഥാം പൃഥിവീ സമാം. ആ പൃഥ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അമ്മയില്ലേ, എങ്ങനെയുള്ളത്? പൃഥിവീ സമാം. ഭൂമിയെ പോലെയുള്ളവളാണ് ആര്? അതൊരു ശരിയാണ്. ഏത്? കുന്തിദേവിക്ക് പറ്റിയൊരു ഒരു വിശേഷണം എന്ത്? താം പൃഥാം പൃഥിവീ സമാം. ആ പൃഥയെ, ആ കുന്തിദേവി പൃഥിവീ സമ, ഭൂമിയെ പോലെ. എന്തൊക്കെ സഹിച്ചോളാ കുന്തിദേവി.
സംശല്യ. വേറെ സ്ത്രീകളൊന്നും അങ്ങനെ കാന്താരിന്ന് അത്ര ഇങ്ങനെ ജീവിതത്തിന്റെ വൈഷമ്യമുള്ള വഴി കൂടി അധികം പോകുന്നില്ല. കണ്ണ് കെട്ടിയിട്ടോ ഒക്കെ ഉണ്ടായി, അതൊക്കെ ഉണ്ടായി ശരി തന്നെയാണ്. എന്നാൽ കുന്തിദേവി അങ്ങനെയല്ല, കണ്ണൊക്കെ തുറന്നിട്ടാണെങ്കിലും നടന്നു വെച്ചാലും നല്ലോണം ദുരിതത്തിന്റെ വഴി അനുഭവിച്ച കഷ്ടത്തിലായി ജീവിച്ചു പോന്നവളാണ് സംശല്യ. അതുകൊണ്ട് ഭൂമിയെപ്പോലെ ആ ക്ഷമയും, ഭൂമിയെപ്പോലെ ശാന്തതയും, ഭൂമിയെപ്പോലെ അനുഗ്രഹവും, ഭൂമിയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഭൂമിയുടെ ആ മഹിമയുണ്ടല്ലേ, അതിനെ ആശ്രയിച്ചിട്ടല്ലേ നമ്മൾ കഴിച്ചു കൂട്ടിയിട്ട് ജീവിതത്തിലെ എല്ലാ മഹിമകളും കൊണ്ടാടുന്ന ഭൂമിയുടെ മഹിമയെന്നാണ്. അപ്പൊ അങ്ങനെയുള്ള അമ്മയെ ഞാൻ ഒരിക്കലും എന്തുണ്ടാക്കാൻ ചെയ്യാറില്ല. പിന്നെ മാത്രല്ല എന്തുണ്ട്, അഷ്ടാവഗ്രേ ബ്രാഹ്മണാനാം സഹസ്രാണി സ്മനിത്യത. 10,000 ബ്രാഹ്മണര്, അത്രയ്ക്ക് പണിക്കാരത്തിയോള് ഇവരൊക്കെ എവിടെയുണ്ട്? ഇവിടെ കൊട്ടാരത്തിലുണ്ട്. രാജാവിന്റെ പ്രത്യേകമായിട്ട് യുധിഷ്ഠിര മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഉണ്ടാവാറുണ്ട്. അവർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഭുഞ്ചതേ രുക്മപാത്രീഷു, അവർക്കൊക്കെ സ്വർണത്തിന്റെ കിണ്ണത്തിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? വിളമ്പാറുണ്ട്. ഞാൻ കണ്ട ആ അലുമിനിയത്തിന്റെ പാത്രത്തിലൊന്നല്ല, എന്ത് സ്വർണത്തിന്റെ പാത്രത്തില് ഞാൻ അവർക്കൊക്കെ ആഹാരം വിളമ്പാറുണ്ട്, എല്ലാവർക്കും. മാത്രല്ല ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, പണിക്കാരത്തികളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ കാര്യം ഞാൻ എന്ത് ചെയ്യുന്നത്? താൻ സർവാൻ ബ്രാഹ്മണരെയൊക്കെ പ്രത്യേകമായിട്ട് ആഹാരമൊക്കെ കൊടുത്ത് അവർക്ക് വസ്ത്രം ഒക്കെ കൊടുത്ത് അവരെ വേണ്ട മാതിരി സന്തോഷിപ്പിക്കാറുണ്ട്. എന്ന് മാത്രല്ല ഈ പണിക്കാരത്തികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ എങ്ങനെയാണെന്നറിയോ? താസാം നാമച്ച രൂപ. പണിക്കാരത്തിയോള് 10,000 പേരുണ്ട്. അവരുടെ ഒക്കെ പേരും അവരുടെയൊക്കെ രൂപം അവരുടെയൊക്കെ അടയാളം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എല്ലാവരും പണിക്കാരത്തിലൊക്കെ പേരാ വിളിക്കാറ്, നമ്പർ ഇട്ടിട്ടൊന്നുമല്ല. എന്താണ് 10,000-15,000 പേരുടെ പേരൊക്കെ പഠിച്ചു വെക്കണമെങ്കിൽ എങ്ങനെയുണ്ടാവും? അതിലൊരു സിദ്ധാന്തം ഉണ്ട്. ഇപ്പൊ ഇത്രയൊക്കെ അധികം ആൾക്കാർ ഇരിക്കുന്ന കൂട്ടത്തില് ഒരു പണിക്കാരത്തിന്റെ പേര് വിളിച്ചു വെച്ചാൽ ആ പണിക്കാരത്തിക്ക് എത്ര അംഗീകാരമായി, ഇവർക്ക് ഓർമ്മിച്ചു വെക്കണമെന്നല്ലേ ഇതിന്റെ അർത്ഥം. അവ പരിഗണിക്കണമെന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ അവരൊക്കെ കണക്കാക്കിയെന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മളെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മളെ പരിഗണിച്ചു, നമ്മളെ കണക്കാക്കി, നമ്മളെ പേര് വിളിച്ചു വെച്ചാൽ അതൊരു വലിയ അംഗീകാരം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അവരെ പണിക്കാരെയൊക്കെ എങ്ങനെയാണോ ബഹുമാനിച്ച് കണക്കാക്കിയിട്ട് അതൊക്കെ ആര് ചെയ്യാറുണ്ട്. അതാണ് പറഞ്ഞത്. ഇത്രയും താസാമചരൂപം ച ഭോജനാച്ഛാദനാനി ച, അവരുടെ പേര്, അവരുടെ രൂപം, ഭോജനം, അവർക്ക് കഴിക്കാനുള്ള ആഹാരം, ആച്ഛാദനം, അവർക്കുള്ള വസ്ത്രം, സർവാസാമേവ വേദാഹം. ഇത് ഓരോരുത്തർക്കും എങ്ങനെയാ അതിന്റെ ക്രമം എന്നൊക്കെ ഇഷ്ടമുണ്ട്. അതായത് ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി പെരുമാറാൻ എനിക്കറിയാവുന്ന 10,000-15,000 പേരുണ്ട്. ചിലപ്പോഴത്തേക്ക് ഇഷ്ടാനിഷ്ടങ്ങളും സമ്പ്രദായങ്ങളൊക്കെ നോക്കിയും കണ്ട് അറിഞ്ഞാൽ മനസ്സിലാക്കിയിട്ടും പെരുമാറണമെങ്കിൽ എളുപ്പമല്ല. അങ്ങനെ എളുപ്പമല്ലെങ്കിൽ പോലും അതാരും ചെയ്യാറുണ്ട്, ഞാൻ ചെയ്യാറുണ്ട്. താസാം സർവാസാമേവ വേദ, എല്ലാവരുടെയും ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നിശ്ചയുണ്ട്. അതുകൊണ്ട് 100 സഹസ്രാണ് ധാരാളം ചോദിച്ചാൽ ഇവരുടെയൊക്കെ അതായത് പാഞ്ചാലിയുടെ കൃത്യതയും സൂക്ഷ്മതയും സമ്പ്രദായവും ആണ് എന്തിൽ പറഞ്ഞത്. അതായത് ഒരു ഒഴുക്കൻ മറ്റില് എന്തെങ്കിലും ചെയ്യല്ല ആര് ചെയ്യണത്, പാഞ്ചാലി ചെയ്യുന്നത്. കുടുംബത്തെ കാര്യങ്ങൾ വളരെ സൂക്ഷ്മമായി ഓരോരുത്തരെയും ഓരോന്നിനെയും കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ഞാൻ പെരുമാറണം. മാത്രല്ല എന്തുണ്ട്, എല്ലാവർക്കും സന്തോഷാവണ മാതിരി വസ്ത്രങ്ങളും ആഹാരവും അവർക്ക് വേണ്ടതും ഞാൻ കൊടുക്കാറുണ്ട്. തന്നെയല്ല അവരൊക്കെ കഴിച്ചതിന്റെ ശേഷമേ ഞാൻ എന്ത് കഴിക്കാറുള്ളൂ. അല്ലാതെ ആദ്യം ഞാൻ ഉണ്ടതിന്റെ ബാക്കി ആർക്കും കൊടുക്കാറുമില്ല. ഇതെന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് അന്തഃപുരത്തിലുള്ളവര് ഈ കൊട്ടാരത്തിലൊക്കെ ദാസിമാരും ഉണ്ടാവും, തോഴിമാരും ഉണ്ടാവും. തോഴിമാരെന്നൊക്കെ പറഞ്ഞാൽ ദാസിമാരെക്കാൾ ഒരു ഗ്രേഡ് കൂടിയവരാണ്. അവരെ പണിക്കാരത്തിയോളല്ല, എന്നാലോ പണിയൊക്കെ എടുക്കുകയും ചെയ്യും. എന്നാലോ പേരെന്തല്ല, ദാസിയല്ല, തോഴിയാണ്. ഈ പാഞ്ചാലി പോണതെങ്കിൽ ഒപ്പത്തിനൊപ്പം പോണവരാണ് എന്ത് സമായിട്ടാണ് ഈ തോഴിമാരെന്നാ പറയുന്നത്. ദാസിമാരെന്ന് പറഞ്ഞാൽ പിന്നെ അടിക്കുക, തുടയ്ക്കുക, വൃത്തിയാക്കുക, വെടുപ്പാക്കുക, പിന്നെ അവിടുത്തെ പണികളൊക്കെ ചെയ്യുക. അവരും ബഹുമാന്യരൊക്കെ തന്നെ. എന്നാലും ദാസി തോഴി എന്ന് പറയുന്നത് വ്യത്യാസം എന്നാ പറഞ്ഞത്. അപ്പൊ സർവം രാജ്ഞ രാജാവിന്റെ കാര്യങ്ങൾ നോക്കി, അതാണ് സമുദയം ആയം ച വ്യയമേവ ച, രാജാവിന്റെ സമുദയം, രാജാവിന്റെ ഉയർച്ച. രാജാവ് വെച്ചാൽ യുധിഷ്ഠിര മഹാരാജാവിന്റെ ഉയർച്ച നോക്കിയിട്ട് ആയം ച വ്യയം ച, ആയം എന്ന് പറഞ്ഞാൽ വരവും വ്യയം ചെലവും. രാജാവിന്റെ ഭർത്താക്കന്മാരുടെ വരവും ചെലവും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏകാഹം വേദ്മി, ഞാനൊരാളെ അറിയാറുള്ളൂ. എന്തെന്ന്
കുടുംബത്തിലെ വരവും ചെലവതിന്റെ കണക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഒരാളെ അറിയാറുള്ളൂ. ഏകാഹം വേത്നി കല്യാണി പാണ്ഡവാനാം യശസ്വിനി. ഹേ യശസ്വിനി, സത്യഭാമേ, ഇപ്പൊ ഇവിടത്തേക്ക് കൊട്ടാരത്തേക്കുള്ള വരവിന്റെയും ചെലവിന്റെയും ഒക്കെ കണക്ക് ആരറിയും? അതൊരു വലിയ കാര്യമാണ്. കുടുംബത്തെല്ലാവരും അറിയണത് വരവും ചെലവും, ഇല്ലെങ്കിൽ വരവിനനുസരിച്ചാവില്ല എന്ത് ചെലവ്. അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ പൊതുവെ ഈ വരവ് എന്താണെന്ന് ബോധ്യം ഉണ്ടാവില്ല. ചെലവ് നല്ലോണം കുടുംബത്തിന്റെ സ്ഥിതിയും നിലയും ആ ഒരു ഘടനയും അറിയാതെ ഇപ്പം പുരുഷന്മാരായിരിക്കും മിക്കവാറും കാശിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പൊ അതിന്റെ വരവ് എത്രയാണ്, എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയാ വരവുള്ളത്, എനിക്ക് ചെലവിന്റെ കണക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാതെ സ്ത്രീകളൊക്കെ പുറപ്പെട്ട എന്തുണ്ടാവും? കഷ്ടത്തിലാവില്ലേ? കുടുംബം കഷ്ടത്തിലാവും. അങ്ങനെയാണ്. അപ്പം അതിപ്പോ വരവും ചെലവും നോക്കണം. ഇപ്പൊ എന്തായാലും 15,000 സാരി വേണം കല്യാണത്തിന് പോകും. എല്ലാവരും കൊടുക്കുമ്പോൾ ഇവിടെ ചെലവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മതിയോ? പറ്റില്ല, ആൾക്കാർ കാണുകയില്ല, എന്തായാലും വേണം. അങ്ങനെ പറഞ്ഞ് പുറപ്പെടുമ്പോൾ എന്തുണ്ടാവും? വരവിനേക്കാളും ചെലവുണ്ടാവുമ്പോൾ കുടുംബത്തിന്റെ ഗതി നേരെയാവോ കഷ്ടാവുമോ? കഷ്ടാവും. അങ്ങനെയും കഷ്ടത്തിലാവും. അപ്പൊ അതൊന്നും ഞാൻ ചെയ്യാറില്ല. എന്താ കാരണം? അതുകൊണ്ട് വരവും ചെലവും ഇവിടെ എങ്ങനെയാ ഉണ്ടാവണേന്നൊക്കെ ഞാൻ നല്ലോണം മനസ്സിലാക്കി വെക്കുകൊണ്ട് വരവിനനുസരിച്ച് എന്ത് ചെയ്യാൻ